MA ബേബിയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ MV ഗോവിന്ദന് അതിർത്തിയെന്ന സൂചന. ബേബിക്ക് AKG സെന്ററിൽ നൽകിയ സ്വീകരണത്തിൽ MV ഗോവിന്ദൻ പങ്കെടുത്തില്ല. MV ഗോവിന്ദൻ തമിഴ്നാട്ടിൽ തുടരുന്നുവെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ പാർട്ടി കോൺഗ്രസിന് ശേഷം എല്ലാ നേതാക്കളും കേരളത്തിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്താണ് മറ്റ് വിവരങ്ങൾ പുറത്തുവരുന്നത്? വിഷ്ണു, മധുര പാർട്ടി കോൺഗ്രസിന് ശേഷം സംസ്ഥാന നേതാക്കന്മാരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മധുരയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ MV ഗോവിന്ദന് MA ബേബിയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. MA ബേബിയെ മധുര പാർട്ടി കോൺഗ്രസ് ആണ് യെച്ചൂരിയുടെ ഒഴിവിലേക്ക്, യെച്ചൂരിയുടെ മരണത്തെ തുടർന്നുണ്ടായ ദേശീയ നേതൃത്വ നിരയിലേക്ക് അദ്ദേഹത്തിനെ എത്തിക്കാനുള്ള നടപടികളും അത് തീരുമാനവും ഒക്കെ ഔദ്യോഗികമായി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ എടുത്ത തീരുമാനത്തോടാണ് MV ഗോവിന്ദന് അതൃപ്തിയുള്ളത്. ഒപ്പം തന്നെ MA ബേബിക്ക് ഇന്ന് തിരുവനന്തപുരത്തെ AKG സെന്ററിൽ വലിയ രീതിയിലുള്ള സ്വീകരണം പാർട്ടി പ്രവർത്തകർ ഒരുക്കിയിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയ നിമിഷം മുതൽ AKG സെന്ററിൽ എത്തിയപ്പോഴും പിന്നീട് VS അച്യുതാനന്ദനെ കാണാൻ എത്തിയപ്പോഴും ഒക്കെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാരടക്കമുള്ളവർ വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയ സാഹചര്യം. ഇത് അടക്കമുള്ള കാര്യങ്ങളിലും MV ഗോവിന്ദന് അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്വീകരണത്തിലടക്കം MV ഗോവിന്ദൻ പങ്കെടുത്തിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതേസമയം തന്നെ അദ്ദേഹം തമിഴ്നാട്ടിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പാർട്ടിയുടെ ദേശീയ സമ്മേളനം അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസിന് ശേഷം മുഴുവൻ നേതാക്കന്മാരും കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടും എന്തുകൊണ്ട് MV ഗോവിന്ദൻ മാത്രം തമിഴ്നാട്ടിൽ തുടരുന്നു എന്നൊരു ചോദ്യം കൂടി ഘട്ടത്തിലുണ്ട്. മാത്രമല്ല, നീണ്ട ഇടവേളയ്ക്ക് ശേഷം EMS-ന് ശേഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് നിന്ന് ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഒരു മുതിർന്ന നേതാവ് പാർട്ടിയുടെ ദേശീയ ചുമതലയിലേക്ക് എത്തുന്നത്, ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ ആ പദവിയിലേക്ക് എത്തിയ നേതാവിനെ സ്വീകരിക്കാൻ തലസ്ഥാന ജില്ലയിലടക്കം എപ്പോഴും ഉണ്ടാകുന്ന MV ഗോവിന്ദൻ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് എത്തിയില്ല എന്ന കാര്യത്തിൽ കൂടി ചോദ്യം വരികയാണ്. എന്തായാലും കടുത്ത അതൃപ്തി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടിയാണ് അദ്ദേഹം ഈ പരിപാടിയിലടക്കം പങ്കെടുക്കാതെ എന്നതിലുള്ള ഇതിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ മുതിർന്ന നേതാവും ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയുമായി VS അച്യുതാനന്ദനെയും MA ബേബി ചെന്ന് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. ഈ വേളയിലും MV ഗോവിന്ദന്റെ അതൃപ്തി ഒപ്പം തന്നെ MV ഗോവിന്ദന്റെ അസാന്നിധ്യം പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട്. EP ജയരാജൻ അടക്കമുള്ള മുതിർന്ന പാർട്ടി നേതാക്കന്മാർ ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള മുൻ മന്ത്രി കൂടിയായ MV ഗോവിന്ദൻ ഈ പരിപാടികളിൽ ഒന്നും തന്നെ പങ്കെടുക്കാതിരുന്നതും ഈ ചുമതല ഏറ്റെടുത്തത് അടക്കമുള്ള അതൃപ്തി കൂടിയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഘട്ടത്തിൽ പറയുന്നത്. വിഷ്ണു, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.